ഹായ് നമസ്കാരം, ഞാൻ അഖിൽ രാജ് മട്ടന്നൂർ. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനുള്ളൊരു കാരണം, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം എന്ന് പറയുന്ന വെങ്കല ശില്പികളുടെ ഗ്രാമത്തിലാണ്. ഇവിടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കോവിഡിൻ്റെ കാലത്ത് ഞാൻ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ പരിയാരം സുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹാവിഷ്ണു ഭഗവാന്റെ ക്ഷേത്ര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ആ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു സമയമാണ്. അപ്പം അന്ന് ആ വിഗ്രഹത്തിൻ്റെ ഗോളക ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കേരളത്തിലുടനീളം വെങ്കല ശില്പങ്ങൾ ചെയ്യുന്ന ശില്പിമാരുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് അവരുടെ ശില്പിമാരുമായിട്ട് ബന്ധപ്പെടുകയും അവരുടെ വർക്കുകളൊക്കെ കാണുകയും ഒക്കെ ചെയ്തപ്പോൾ മനസ്സിലുടക്കിയ ഒരുപാട് ശ്രദ്ധയിലേക്ക് പതിഞ്ഞൊരു പേരും ശില്പവുമാണ് കുഞ്ഞിമംഗലത്തിലുള്ള പ്രേം പി ലക്ഷ്മൺ എന്ന് പറയുന്ന ശില്പിയുടെ വർക്കും ആ പേരും. അപ്പോൾ അന്ന് മുതൽ ആഗ്രഹിക്കുന്നതാണ് ശില്പി എന്നെങ്കിലും പരിചയപ്പെടണം. സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിലുണ്ടാവാറില്ല, വല്ലപ്പോഴേ കേരളത്തിലുണ്ടാവാറുള്ളൂ. ജോലിയുടെ ഭാഗമായിട്ട് ഭാരതത്തിലുടനീളം സഞ്ചരിക്കുകയും ഒക്കെ ആയിട്ടുള്ള കാലഘട്ടമാണ് കോവിഡിൻ്റെ സമയത്തൊക്കെ. അപ്പോൾ ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ ഞാൻ പ്രേം പി ലക്ഷ്മൺ നമ്മുടെ ശില്പി കുഞ്ഞിമംഗലത്തെ ശില്പിയെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തു, എനിക്കൊന്ന് കാണാൻ പറ്റുമോ, ഒന്ന് വർക്കുകളൊക്കെ ഒന്ന് കണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നൊരു ആഗ്രഹത്തിൻ്റെ മുകളിൽ. അപ്പോൾ അദ്ദേഹം സ്റ്റുഡിയോയിലുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ ശരിക്ക് ശില്പങ്ങളൊക്കെ നോക്കിക്കാണുമ്പോൾ 2-3 തരത്തിൽ നമ്മൾ ശില്പങ്ങളെ നോക്കാം. ഒന്ന് അതിൻ്റെ ഭംഗി, രണ്ട് അതിൻ്റെ തലം, അതിലെ കോൺസെപ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ 2 തലത്തിലും മികച്ച ഒരു തലത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നതാണ് പ്രേം പി ലക്ഷ്മൺ അദ്ദേഹത്തിൻ്റെ ശില്പം. അത് അദ്ദേഹം പലപ്പോഴും മെഴുകിലും ഒക്കെ ആയിട്ട് ചെയ്തിരിക്കുന്ന ശില്പങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അതിന് ജീവനുണ്ടോ എന്ന് തോന്നുന്ന അവസ്ഥയിലാണ്. അതിൻ്റെ ഒപ്പം തന്നെ കേവലം ഭംഗി മാത്രമല്ല, താലപ്രമാണം അനുസരിച്ച് ക്ഷേത്രബിംബങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം ചെയ്യാറുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം, അദ്ദേഹത്തിൻ്റെ ശില്പത്തിൻ്റെ ഭംഗി, അതിൻ്റെ പ്രാധാന്യമൊക്കെ നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വയലൊക്കെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയോട് കൂടി ചേർന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലേക്ക് നമ്മൾ നടക്കുകയാണ്. അവിടെ അദ്ദേഹം പണിശാലയിലാണ്. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ കാണാം, അദ്ദേഹമായിട്ട് കുറച്ച് സമയം സംസാരിക്കാം. അപ്പോൾ ഒരു മികച്ച കലാകാരനെ നിങ്ങളെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക, അദ്ദേഹവുമായിട്ട് നിങ്ങൾ ഓരോ ആർക്കും പരിചയപ്പെടാനും അദ്ദേഹം വഴി അടുത്ത തലമുറയ്ക്ക് നശിച്ചുകൊണ്ടിരിക്കുന്നൊരു കലയിലെ ആത്മമൂല്യത്തെ പകരുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളും എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലേക്ക് പോകാം. ആ ലോകോത്തരമായിട്ടുള്ള ശില്പങ്ങൾ നിർമ്മിക്കുന്ന പ്രേം പി ലക്ഷ്മൺ കുഞ്ഞിമംഗലം അദ്ദേഹത്തെ പരിചയപ്പെടാം. ശരി, നമുക്കെന്നാൽ സ്റ്റുഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് സ്റ്റുഡിയോയുടെ അകത്തേക്ക് നമ്മൾ കയറുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഇന്നലെ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വൈകുന്നേരത്തിനോട് അടുപ്പിച്ച് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ന് വന്നത്. അപ്പം അകത്ത് ചെറിയ ആ ശില്പത്തിൻ്റെതായിട്ടുള്ള സാധനങ്ങൾ ഒരുക്കുന്നതൊക്കെ ശബ്ദം കേൾക്കാം. അപ്പോൾ അകത്ത് എന്തായാലും പ്രേംജി ലക്ഷ്മൺ അദ്ദേഹം ഉണ്ട് എന്ന് ഉറപ്പാണ്. നമുക്കെന്തായാലും അകത്തേക്ക് പോവാം. ഒന്ന് അദ്ദേഹത്തിന് എവിടെ ഉള്ളതെന്ന് അറിയില്ല, വലിയ സ്റ്റുഡിയോ ആണ്. പ്രേമേട്ടാ നമസ്കാരം. ഈ ആ കാണുന്ന കലാകാരനാണ് പ്രേംജി ലക്ഷ്മൺ. കുഞ്ഞിമംഗലത്തിലെ ഒരുപക്ഷെ ഈ കുഞ്ഞിമംഗലം മാത്രമല്ല, കേരളം മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ വർക്ക് കണ്ട ആർക്കും പറയാൻ പറ്റും ശരിക്ക് ഇന്ത്യ മുഴുവൻ അറിയപ്പെടാൻ പോകുന്ന ഒരു അതുല്യ കലാകാരൻ, അതാണ് പ്രേംജി ലക്ഷ്മൺ. അപ്പോൾ ഞാൻ ശരിക്ക് പ്രേമേട്ടനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. നമ്മൾ 2018 സംസാരിച്ച ഓർമ്മയുണ്ട്. പക്ഷെ ശരിക്ക് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. പ്രേമേട്ടൻ്റെ വർക്കുകളും ശരിക്ക് എന്താ പറയുക, ജീവസുറ്റ വർക്കുകൾ. ഇതിൻ്റെ അടുത്ത് നിൽക്കാനും ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പ്രേമേട്ടൻ്റെ വർക്ക് പ്രേക്ഷകരെ കാണിക്കാം. ഒന്ന് അടുത്ത് വരും. അപ്പോൾ ഇത് പ്രേമേട്ട എന്താ പറയുക അല്ലേ, ഇത് മെഴുകിലാണ് ചെയ്യുന്നത് പ്രേമേട്ട? ഇത് മെഴുകിലാണ് ചെയ്യുന്നത്. പ്രേമേട്ട ഒന്ന് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഇത് ജാർഖണ്ഡിലെ ഒരു ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഒരുപാട് ശില്പങ്ങൾ ഇവിടെ നിന്ന് ചെയ്തിട്ട് പോയി. ഇപ്പോൾ ഇത് അവിടെ ഗാർഡനിൽ വെക്കാൻ വേണ്ടിയിട്ട് ഫൈബർ ഗ്ലാസ്സിൽ കാസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്മി നരസിംഹത്തിന്റെ ഒരു ശില്പമാണ്. ഇതിന്റെ താഴത്തേക്കുള്ള ബേസും ഇതൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ ഇത് കാസ്റ്റ് ചെയ്തിട്ട് മാർബിളിന്റെ ഒരു ഫിനിഷിങ്ങിൽ ഇങ്ങനെ ഫൈബർ ഗ്ലാസ്സിൽ മെഴുകിൽ ചെയ്ത് അപ്പൊ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെയുള്ള ഓർണമെന്റ്സും ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മെഴുകിലാണ് ഏറ്റവും നല്ലത്.
അപ്പോൾ അത് കാസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമുണ്ട് മെഴുകിലാകുമ്പോൾ. ഇതെങ്ങനെയാണ് പ്രേമേട്ട ഇങ്ങനെ ഒരു കോൺസെപ്റ്റും ഇങ്ങനെയാണ് ഭാവം വേണ്ടതെന്നൊക്കെ എങ്ങനെയാണ് തീരുമാനിച്ചത്? അത് നമ്മുടെ ഓരോരോ ക്ഷേത്രങ്ങളിലും നമ്മുടെ ഓരോരോ ശില്പങ്ങൾക്ക് ഓരോ ദേവീദേവന്മാർക്ക് ഓരോരോ ഭാവം ഉണ്ടാവും, ഓരോരോ കഥകളുണ്ടാവും. അപ്പൊ ആ കഥകളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇതിൽ നമ്മൾ ഒരു സ്കെച്ച് ഉണ്ടാക്കും. അപ്പോൾ അവർക്ക് അത് അയച്ചു കൊടുക്കും. അപ്പോൾ അവരുടെ അഭിപ്രായമൊക്കെ കണ്ടിട്ട് അവിടെയുള്ള അതായത് ധ്യാന ശ്ലോകം ഉണ്ടാവും. ധ്യാന ശ്ലോകം അല്ലാതെ തന്നെ ഓരോ ധ്യാന ശ്ലോകത്തിലും അവിടെയുള്ള സ്വഭാവം ഉണ്ടാവില്ല. ഓരോ ടൈമിനും ഓരോരോ സ്വഭാവമായിരിക്കും ദൈവത്തിന് ഉണ്ടാവും, ദേവരൂപങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് ഒരു ഗാർഡനിൽ ഒരു കൂളായിട്ടുള്ള ഒരു അവസ്ഥയിൽ അവർക്ക് പ്രാർത്ഥിക്കാനും എല്ലാം വേണ്ടിയിട്ടുള്ള ഒരു രൂപമാണ്. ഇതൊരു പ്രതിഷ്ഠാ വിഗ്രഹം അല്ല, ശരിക്കും പറഞ്ഞാൽ പ്രതിഷ്ഠാ വിഗ്രഹം അല്ല. ഇതിന് താലപ്രമാണം അങ്ങനെ ആ കണക്ക് താലമുണ്ട്. അത് ഉത്തമമായിട്ടുള്ള താലത്തിലാണ് എല്ലാ ഇത് ദൈവരൂപങ്ങളും ചെയ്യുന്നത്. ഈ പ്രേമേട്ടനെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ മനസ്സിലാക്കിയതാണ്, പ്രേമേട്ട തെറ്റിടെ തിരുത്താം, അങ്ങനെ ഒരു ട്രഡീഷണൽ ആയിട്ട് ഒരു സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ സ്കൂളിലോ ജന്മസിദ്ധമായിട്ട് കിട്ടിയ കഴിവ്. ഒപ്പം ഈ കുഞ്ഞിമംഗലം എന്ന് പറയുന്ന ഗ്രാമത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇവിടെ എല്ലാം ശില്പിമാരാണ്. പക്ഷെ ഉത്തമന്മാരായിട്ടുള്ള ശില്പിമാരുടെ കൂടെ വർക്ക് ചെയ്തിട്ട് കിട്ടിയ ഒരു അറിവ്, ഒപ്പം ജന്മസിദ്ധമായിട്ട് കിട്ടിയ കഴിവും. ഈ രണ്ട് കാര്യങ്ങളും പിന്നെ പ്രേമേട്ടന്റെ റെഫറൻസ്. കാരണം പലപ്പോഴും പ്രേമേട്ടനെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയതാണ്, ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് അല്ലെ, ഇപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട്. ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കാത്ത ചില മൈന്യൂട്ട് കാര്യങ്ങൾ പ്രേമേട്ടൻ ഒപ്പിയെടുത്ത് അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. നിങ്ങൾക്ക് ഫേസ്ബുക്കിലും സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഇൻസ്റ്റാഗ്രാമിലും ID ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ പ്രേം പി ലക്ഷ്മൺ എന്ന ടൈപ്പ് ചെയ്താൽ തന്നെ ഇദ്ദേഹത്തിന്റെ ആ ഒരു റിസർച്ചിനെ പറ്റിയിട്ടുള്ള ധാരണ നമുക്ക് കിട്ടും. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ, കുഞ്ഞിമംഗലം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒതുങ്ങുന്ന ഒരു ശില്പി അല്ല. ഏതോ കാരണം കൊണ്ട് അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. ഈ ചെറിയ ഗ്രാമത്തിൽ അദ്ദേഹം നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമേ പറയാൻ പറ്റും. ഒരു പക്ഷേ പ്രേമേട്ടനെ പോലത്തെ ശില്പി ഒരു ഫോറിനിലോ മറ്റോ ആയിരുന്നെങ്കിൽ ലോകം അറിയപ്പെടുന്ന ശില്പിമാരുടെ ഗണത്തിലേക്ക് വരേണ്ട ആളായിരുന്നു. എസ്തെറ്റിക് ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ മുഖത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രേമേട്ട അത് പറയാൻ വാക്കുകളില്ലാത്തൊരു കാര്യമാണ്. അതിൻ്റെ സൗന്ദര്യാത്മകത ആഴത്തിലേക്ക് പോകും. ഇപ്പം ഇവിടെയുള്ള ഈ നരസിംഹമൂർത്തിയുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്ക് ക്രൗര്യഭാവമാണ് നരസിംഹമൂർത്തിയുടെ മുഖത്ത് വരേണ്ടത്. പക്ഷേ ഇവിടുത്തെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇങ്ങനെ അലിഞ്ഞില്ലാതെയാവും. പിന്നെ ഇവിടെ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ നൈർമല്യത, ഒരു വളരെ ചെറിയ പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള എന്താണോ ലക്ഷ്മിയുടെ ഭാവമായിട്ട് വരേണ്ടത് അത് ഒപ്പിയെടുത്തിട്ട്. അപ്പൊ ഇതിനു വേണ്ടി പ്രേമേട്ട എത്രമാത്രം സ്കെച്ചുകൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? ഒരുപാട് സ്കെച്ചുകൾ ചെയ്യും. പിന്നെ ഒരുപാട് തവണ നമ്മളിത് മാറ്റിക്കൊണ്ടിരിക്കും. ഇതിനി ഒരുപാട് മാറും. ഇത് ഈ ചെയ്തതുപോലെ ആയിരിക്കൂല. കൂടുതൽ എനിക്ക് മനസ്സിന് തൃപ്തിയാകുന്ന രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് അങ്ങനെ മാറും. ഒരുപാട് മാറും. ഇതിൽ ഈ ആഭരണങ്ങൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? അത് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള പാരമ്പര്യത്തിനനുസരിച്ച് ചെയ്ത ആഭരണങ്ങളുടെ ഏകദേശ കമ്പോസിങ് എങ്ങനെയാണെന്ന് അത് മനസ്സിലാക്കിയിട്ട് പിന്നീട് എനിക്ക് അതിന് എൻ്റെതായ രീതിയിലുള്ള കുറച്ച് അലങ്കാരപ്പണികൾ ചേർത്തിട്ടില്ലേ ഇതാണ്. അതിൻ്റെ ഒരു ചിട്ടയുണ്ട്. ചിട്ടയുടെ ആയിരിക്കും ഇത് മൊത്തം ഇങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്, പഴയ പൂർവികർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മാറ്റാതെ എനിക്ക് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ഇതിൽ കയറ്റിട്ട് അങ്ങനെയാണ് ചെയ്തത്. ഏതാണ്ട് എത്ര കാലം എടുത്തിട്ടുണ്ടാവും പ്രേമേട്ട? ഇത് കുറച്ച് ആയി, ഏകദേശം ഒരു വർഷം മുന്നേ ചെയ്ത് വെച്ചതാണ്. അപ്പം മറ്റുള്ളവർക്ക് വേറെ ഒരുപാട് വർക്കും സ്കെച്ചുകളൊക്കെ തയ്യാറാക്കി കൊടുക്കൊണ്ടുകൊണ്ട് ഇതൊരു പെൻഡിങ്ങിൽ വെച്ചിട്ടാണ് ഉള്ളത്. അവർക്ക് വേറെ തന്നെ ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. അവിടെ ചെയ്യുന്നതിനുള്ള സ്കെച്ചുകളൊക്കെ ഞാൻ വരച്ച് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിവിടെ ഇങ്ങനെ സ്ലോ ആയിട്ടില്ല. ഇതിൽ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് കൊടുക്കണം. നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഏത് വർക്കും ആയിക്കോട്ടെ, ഞാനിപ്പോൾ ഇവിടെ കൃഷ്ണനെ കണ്ടു, മഹാത്മജിയുടെ ഒരു ചെറിയൊരു പോർട്രേറ്റ് കണ്ടു. ഇവിടെ നമുക്ക് ഇത് തീർച്ചയായിട്ടും പരിചയപ്പെടുത്താനാണ് പ്രേമേട്ട. ഈ ഒരു വർക്ക് പലപ്പോഴും പ്രേമേട്ട, ഞാൻ എൻ്റെ സർവീസിന്റെ ഭാഗമായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ
ഇപ്പം റാണി കി വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗുജറാത്തിലുള്ള പ്രേമേട്ടൻ അവിടെ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇതുപോലെയുള്ള അസാധ്യ ഭംഗിയുള്ള ശില്പങ്ങൾ കാണാം. ഇതും എനിക്ക് തോന്നുന്നു വളരെ ചടുലമായ ഭാവങ്ങളോട് കൂടിയിട്ടുള്ള. ഇപ്പോൾ ഞാനും ഒരു പരിധി വരെ ഈ ശില്പങ്ങളെ പറ്റി പഠനം ചെയ്യുന്ന ആളായതുകൊണ്ട് പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് പറയാണ്. നമ്മൾ ഈ ഒരു ബിംബത്തെ ചെയ്യുമ്പോൾ അതിന് ഭംഗങ്ങളുണ്ട്. അതായത് സമഭംഗ, അഭംഗ, ത്രിഭംഗ എന്നൊക്കെ പറയും. അപ്പം ഇത് ത്രിഭംഗയാണ്. പക്ഷെ ഇതിൽ വളരെ പ്രപ്പോർഷനേറ്റ് ആണ്. അഭംഗ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും വളരെ പ്രപ്പോർഷനേറ്റ് ആയിട്ട് വന്ന ഒരു ഗണപതി. ഇതെത്ര 4 തലയാണ് അല്ലെ? ആ 4 തലയിലും പിന്നെ മുഖം കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലെ? ഏത് തലത്തിൽ നോക്കിയാലും കാണും. ഇത് ഫൈബർ ആണോ? ഇത് ഫൈബർ ഗ്ലാസ്. ഇത് ദൃഷ്ടിദോഷ ഗണപതിയാണ്. ദൃഷ്ടിദോഷം മാറ്റാനായിട്ട് ചെയ്യുന്നതാണ്. ഇതും ഇവരുടെ തന്നെ വീട്ടിലേക്ക് ചെയ്യാനുള്ളതാണ്, കൊടുത്തുവിടാനുള്ളതാണ്. ഇതിനെപ്പറ്റി ഒന്ന് പറയോ പ്രേമേട്ട? ഇത് എങ്ങനെയാ? ഇത് എനിക്ക് ശരിക്കും കൂടുതലായിട്ട് ഇതിന്റെ ധ്യാന ശ്ലോകങ്ങളെ കുറിച്ച് അറിയില്ല. അപ്പൊ അവരിപ്പോ തന്ന ഇത് വെച്ചിട്ട് ഞാൻ ചെയ്ത ഇത് പിന്നെ വാസ്തുപ്രകാരമുള്ള ദോഷങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വീട്ടില് അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ പൂജിക്കാതെ വെക്കുന്ന, വീട്ടിൽ പൂജിക്കാതെ വെക്കുന്ന 4 ഭാഗത്തുള്ള പിന്നെ ദോഷങ്ങളത് ചെറുക്കുന്നതാണ് എന്റെ ഡാൻസിങ് ആയിട്ടുള്ള ഒരു. ഇതാദ്യം വാക്സിലാണ് ഇത് ചെയ്തത്. വാക്സിൽ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്തിട്ട് മോൾഡ് എടുത്തിട്ട് ഫൈബർ ഗ്ലാസിലേക്ക് മാറ്റുന്നതാണത്. പ്രേമേട്ട, ഇപ്പോ ശില്പിയാവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കലയോട് താല്പര്യമുള്ളവർക്ക് പഠിക്കാനുള്ള ഒരു അവസരം കൂടി കൊടുക്കുക. ഞാനിടയ്ക്ക് എനിക്ക് എന്റെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഞാൻ ഒരു 5 ദിവസം അവർക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ഇത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ് ഞാൻ ഉടനെ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയത് എന്റെ അനുഭവങ്ങൾ മൊത്തം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോ ഞാനും ഇതുപോലെയുള്ള ആഗ്രഹങ്ങളോടെ നടന്നിട്ട് പഠിക്കാൻ പറ്റാതെ ഒക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടില്ല. പ്രേമേട്ടന് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറയാൻ പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. എന്താ പറയാ, അങ്ങനെ ഒരു ട്രഡീഷണൽ ആയിട്ട് ഒരു സ്കൂളിലൊന്നും ഒരു കോളേജിലൊന്നും പോയി ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ജന്മസിദ്ധമായ ഒരു കഴിവ് വെച്ച് പ്രേമേട്ടൻ അത് ആവിഷ്കരിക്കുന്നുണ്ട്. പലപ്പോഴും ഗണപതി വിഗ്രഹങ്ങൾ ചെയ്ത് ആ ഭഗവാന്റെ മുഖത്തുള്ള ഭാവം കൊണ്ടുവരിക എന്ന് പറയുന്നത് ശരിക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ചുണ്ടുകളിൽ ആ കണ്ണുകളിലൂടെ വേണം പലപ്പോഴും ആ ഒരു ഭാവവും ആ മുഖത്തുള്ള വികാരവും കൊണ്ടുവരാൻ. ഇത് കണ്ണുകളിലത് വളരെ വ്യക്തമാണ്. നമ്മളെ മുമ്പിൽ ശരിക്ക് എന്താ പറയാ, ഒരു പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന രീതിയിൽ നടനമാടുന്ന ഒരു മഹാഗണപതി. ഇപ്പൊ ഇപ്പുറത്താണെങ്കിൽ ലക്ഷ്മി ദേവി നരസിംഹ മൂർത്തിയുടെ മടിത്തട്ടിലിരിക്കുന്ന രീതിയിൽ പണി പൂർത്തിയായിട്ടില്ല. ഇനി അപ്പുറത്തെ ഒരു കൃഷ്ണന്റെ വിഗ്രഹം കാണുന്നുണ്ട് പ്രേമേട്ട. ഈ കൃഷ്ണന്റെ വിഗ്രഹം ഇതും ഫൈബറിൽ ചെയ്താണോ? ഫൈബർ ഗ്ലാസിൽ കാസ്റ്റ് ചെയ്ത് എടുത്തതാണ്. ഇത് മെഴുകിൽ അതുപോലെ മെഴുകിൽ ചെയ്തിട്ട് കാസ്റ്റ് ചെയ്ത് എടുത്ത് ഇത് കൊണ്ടുപോകാനുള്ളതാണ്. ഈ ആഭരണങ്ങളുടെ സ്റ്റൈലും ഇതൊക്കെ മനസ്സിന്ന് മനസ്സിന്ന് വന്നല്ല, പിന്നെ പൊതുവെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഒരു ശൈലി ഉണ്ടല്ലോ. അപ്പൊ അത് പല സ്ഥലത്തും പല രീതിയിലുള്ള ആഭരണങ്ങളുടെ ഒരു കമ്പോസിങ് കാണാം. അപ്പൊ അതെല്ലാം മിക്സ് ചെയ്തിട്ട് ഞാൻ എന്റേതായ കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ട് അതിൽ നിന്ന് അധികം വിട്ട് നിൽക്കാതെ എങ്ങനെയാണോ കൂടുതൽ ഭംഗിയാക്കാൻ പറ്റുന്ന ആ രീതിയിൽ ചെയ്ത് എടുക്കുന്നത്. ഏതാണ്ട് എത്ര നാളുകൾ എടുത്തിട്ടുണ്ടാവും? ഏകദേശം ഇതുപോലെയുള്ള ഒരു ശില്പം വാക്സിൽ പൂർത്തിയാകാൻ തന്നെ ഒരു 4 മാസം എടുക്കും. 4 മാസം പിന്നെ കാസ്റ്റിംഗിനെല്ലാം കൂടെ ഒരു മാസം 1.5 മാസത്തോടുകൂടി കാസ്റ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് എടുക്കാം. ഇതും ഇതേപോലെ ആരെങ്കിലും നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ ഓർഡറുള്ള വർക്കുകളെ ഇല്ലോ, ആർക്കെങ്കിലും ആവശ്യക്കാർക്കുള്ള വർക്കുകളെ ഞാൻ ചെയ്യാനുള്ള സമയം എനിക്ക് ഉണ്ടാവില്ല. ഇപ്പോ നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് പ്രേമേട്ട ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, പലപ്പോഴും ഒരു ഓർഡർ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ അമിതമായിട്ടുള്ള ആത്മാർത്ഥത കാണിക്കാതെ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന രീതിയിലാണ് പല ശില്പിമാരും. അവിടെയാണ് പ്രേമേട്ടൻ ശരിക്ക് വ്യത്യസ്തമായി നിൽക്കുന്നത്. പ്രേമേട്ടൻ വർക്കിൽ കോംപ്രമൈസ് ചെയ്യാറില്ല അല്ലെ? പ്രേമേട്ടൻ ഒരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഫിനിഷ് ചെയ്ത് തീരുന്നത് വരെ അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുകയും അല്ലേ നമ്മൾ. കാരണം ഞാൻ ആ നേരത്തെ പറഞ്ഞ പരിയാരം സുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആ ഗോളകയുടെ ഭാഗം അത് പ്രേമേട്ടനായിരുന്നു ശരിക്ക് ചെയ്തത്. അപ്പൊ അതില് ജീവേട്ടനും കൂടി ചേർന്ന് ഇവിടെ കുഞ്ഞുമംഗലത്തിനുള്ള പ്രശസ്ത ശില്പി 2 പേരും ചേർന്നിട്ടാണ് ആ ഒരു ഗോളക ചെയ്തത്. അതില് മെഴുകിന്റെ ആ രൂപം മുഴുവൻ ചെയ്തത് പ്രേമേട്ടനായിരുന്നു. അത് ഭഗവത് നിയോഗമായിട്ട് തന്നെയാണ് പ്രേമേട്ടനെ സെലക്ട് ചെയ്തത്. അപ്പോ
അന്ന് പലപ്പോഴും ഫോണിലൂടെ സംസാരിച്ചപ്പോഴേക്കും പ്രേമേട്ടൻ ഞാൻ ഇന്ന ഭാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ന ഭാഗം എത്രയും പെട്ടെന്ന് തീർക്കുക എന്ന് പറയുന്ന ഒരു രീതി പ്രേമേട്ടനില്ല. അത് സമയമെടുത്ത് അതിനെ ഭംഗിയായിട്ട് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപക്ഷെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തുള്ളവർക്കോ പ്രേമേട്ടനെ ബന്ധപ്പെടണം ഒരു വർക്ക് ചെയ്യിക്കാനാണെങ്കിൽ എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്യേണ്ടത്? എന്റെ പേരിലുള്ള ഫേസ്ബുക്ക് ഐ ഡിയിൽ തന്നെ എന്റെ നമ്പറും മെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഉണ്ട്. പിന്നെ ഇൻസ്റ്റയിലായാലും പ്രേം പി ലക്ഷ്മൺ എന്നില്ല, കുഞ്ഞുമംഗലത്ത് പ്രേം പി ലക്ഷ്മൺ. പിന്നെ എന്റെ ഫോൺ നമ്പറൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും പ്രേമേട്ടൻ നേരിട്ട് കാണണമെന്നും വർക്ക് കാണണമെന്നും അങ്ങനെയൊക്കെയാണ് താല്പര്യം, എങ്ങനെയാ വരേണ്ടത്? നേരിട്ട് എന്നെ വിളിച്ചാൽ മതി. വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു കൊടുക്കും. എന്നെ ഇവിടെ കുഞ്ഞുമംഗലത്തിനടുത്ത് തന്നെയാണ്, 7 കാരാട്ടാണ് താമസം. കുഞ്ഞുമംഗലത്ത് വന്ന് ആരുടെ അവർ അന്വേഷിച്ചാലും എന്നെ പറഞ്ഞു തരുന്നൊരു അന്തരീക്ഷമുണ്ട്. ഇപ്പോ ശരിക്കും പ്രേമേട്ടൻ എത്ര വർഷമായിട്ടുണ്ടാവും ഈ കലാരംഗത്ത് പ്രവർത്തിക്കാൻ? കലാരംഗത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്റെ ഓർമ്മ വെച്ച നാള് തൊട്ടേ ഈ കലാരംഗത്ത് തന്നെയാണ്. അത് ചെയ്യാൻ മാത്രമേ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടുള്ളൂ. പഠിക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നു. ഇതിൽ മാത്രമേ, അതായത് കുട്ടിക്കാലം മുതലേ ഇതിൽ തന്നെയായിരുന്നു. നമ്മളിപ്പം ചെയ്യുമ്പോൾ ഞാൻ പ്രേമേട്ടനെ പറ്റി ഒരുപാട് ശില്പിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശില്പികളുടെ കൂട്ടത്തിലെ ഒരു രാജാവാണ് പ്രേമേട്ടൻ, പ്രേം പി ലക്ഷ്മൺ. വലിയ മൂത്ത് നല്ല പ്രായമുള്ളവർ പോലും വളരെ ബഹുമാനത്തോടെ പ്രേമേട്ടനെ പറ്റി പറയാറുണ്ട്. അതൊന്ന് പ്രേമേട്ടന്റെ ഒരു അർപ്പണ മനോഭാവമാണ്. 2 ആ ചെയ്ത വർക്കിലുള്ള ക്വാളിറ്റിയാണ്. എങ്ങനെയെങ്കിലും തീർത്തിട്ട് പോവാന്ന് പറയുന്ന ഒരു രീതി പ്രേമേട്ടനില്ല. അത് ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, പ്രേമേട്ടൻ ഏതൊക്കെ തരത്തിലുള്ള ശില്പങ്ങളാണ് ചെയ്യുന്നത് സ്വതവേ? ഈ ബ്രോൺസിൽ അത് ചെയ്യാറുണ്ടോ, അല്ല സിമെന്റിലാണോ? ഞാൻ എല്ലാ രീതിയിലുള്ള മെറ്റീരിയലുള്ള ശില്പങ്ങളും ചെയ്യും. ഇനി അത്ര വലിയതും ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസമല്ല, അതിന്റെ ഒരു ടെക്നിക്കൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ എത്ര വലുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. എന്റെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമെന്റിൽ ഒരുപാട് കാലം ചെയ്തതാണ്. സിമെന്റിൽ ചെരുപ്പം പൊതുവെ കുറവാണ്. ഗാർഡൻ വർക്കുകൾക്ക് അങ്ങനെയില്ല. അത് ഞാൻ ഒഴിവാക്കിയിട്ട് ഇപ്പൊ എനിക്ക് ഇതുവരെയുള്ള ശില്പങ്ങൾ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ പിന്നെ ഫൈബർ ഗ്ലാസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യല്. വുഡിലും കാർവ് ചെയ്യും, പിന്നെ കരിങ്കല്ലിലും കാർവ് ചെയ്യുന്നുണ്ട്. കരിങ്കല്ലിലും ചെയ്യുന്നുണ്ട്. കരിങ്കല്ലിൽ ഒരു വിഗ്രഹം ചെയ്യുന്നുണ്ട് ഇപ്പോൾ അടുത്ത് തന്നെ. അത് തുടങ്ങി വെച്ചു. പിന്നെ വുഡിൽ കാർവ് ചെയ്യും. പിന്നെ ബ്രോൺസിൽ നല്ല ക്ഷേത്ര സംബന്ധമായിട്ടുള്ള എല്ലാ മെറ്റീരിയലും, പിന്നെ വീടുകളിലേക്കുള്ള പിന്നെ ആർട്ട് വർക്കുകളൊക്കെ, ഇന്ത്യയിലായിട്ടുള്ള ഡിസൈനൊക്കെ. പെയിന്ററും കൂടിയാണ് അല്ലേ? അതെ അതെ. ഞാൻ ഫേസ്ബുക്കിൽ തന്നെയാണ് പ്രേമേട്ടന്റെ ചില സ്കെച്ചുകൾ കണ്ടത്. ഈ നരസിംഹമൂർത്തിയുടെ തന്നെ 1-2 സ്കെച്ച് ഞാൻ കണ്ടിരുന്നു. അതുപോലെ ഹനുമാൻ സ്വാമിയുടെ ഒരു സ്കെച്ച് കണ്ടിരുന്നു. ലൈവായിട്ട് നിൽക്കുന്ന ഒരു ഫീല്. ഇപ്പം ഇവിടെ ഈ സ്റ്റുഡിയോ മുഴുവൻ ശരിക്ക് സംസാരിക്കുന്ന ശില്പങ്ങളാണ്. അതിന് ഒന്നും സൈലൻ്റായി നിൽക്കുന്ന ശില്പമല്ല. ഈ ഇവിടെയുള്ള ഈ കൃഷ്ണനായിക്കോട്ടെ, നമുക്ക് ഈ മന്ദഹാസം പൊഴിക്കുന്നു എന്നൊക്കെ പറയില്ലേ, അത് പലപ്പോഴും നമുക്ക് കവിവാക്യത്തിലൂടെ ഫീൽ ചെയ്യാറുണ്ടെങ്കിലും ഒരു ശില്പി ചെയ്ത രചനയിലൂടെ ഫീൽ ചെയ്യുന്നത് അത് വളരെ അപൂർവമായിട്ടേ തോന്നാറുള്ളൂ. അതിലൊന്നാണ് പ്രേമേട്ടൻ്റെ ഈ വർക്ക്. ഇപ്പൊ മുമ്പിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ആ ചുണ്ടുകളിലുള്ള ഹെലനിസ്റ്റിക് ഹോള്, നമ്മൾ ആർട്ട് ഹിസ്റ്ററിയിൽ പലപ്പോഴും ഗ്രീക്ക് ഇൻഫ്ലുവൻസിൽ വന്നതാണ് ഈ ഹെലനിസ്റ്റിക് ഹോള്. അത് കൃത്യതയോടുകൂടി ചെയ്യുമ്പോഴാണ് ആ ഒരു മാസ്മരിക തലം ഉണ്ടാവുക. പിന്നെ പുരികമാണെങ്കിലും ഈ കണ്ണുകളാണെങ്കിലും എനിക്ക് തോന്നുന്നു പ്രേമേട്ടൻ ശരിക്ക് കേരളീയ സമ്പ്രദായത്തിന് അപ്പുറം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരുപാട് ഇൻഫ്ലുവൻസ്, എല്ലാ ശൈലിയും കൂടെ എല്ലാ നല്ല ഭാഗങ്ങളും ക്യാച്ച് ചെയ്തിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു രീതി. അതാണ് ഈ ഇവിടെയൊക്കെ ചെയ്യുമ്പോഴേ ഈ കണ്ടിയിലേക്ക് മുകളിൽ ചെയ്യുന്നതൊക്കെ നോർത്ത് പ്രത്യേകിച്ച് ഗാന്ധാര സ്റ്റൈലിലൊക്കെ ചെയ്തു വരുന്ന ഒരു മോൾ ഭാഗം ഒന്ന് പ്രൊജക്ട് ചെയ്ത് തീരി ഉയർത്തി ചെയ്തെന്ന ഒരു രീതി. ഇപ്പോ നമുക്ക് വിഷ്ണു ധർമ്മോത്തര പുരാണം പോലെയുള്ള പുരാണ ഗ്രന്ഥങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള പഴയ ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്തിട്ടാണോ ഈ പുതിയ തലത്തിൽ? ഇല്ല, ഞാനങ്ങനെ ഗ്രന്ഥങ്ങളൊന്നും വായിച്ചിട്ടൊന്നുമില്ല. ഞാനിത് ശില്പങ്ങൾ കാണുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. എവിടെയെങ്കിലും ഉള്ള ശില്പങ്ങൾ കാണുക, അത് നെറ്റിലേക്കൂടെ ആയാലും നേരിട്ടായിട്ടും പോയിട്ട് കണ്ടിട്ടില്ല, പിക്ചറുകളൊക്കെ കണ്ടിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. എനിക്ക് വായനാശീല പൊതുവെ കുറവാണ്, വായിക്കല് വളരെ കുറവാണ്. അപ്പൊ അതിന് യാത്രയും പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള ഇത് ഒരു കുറച്ച് ഇതിൽ ഞാൻ പോയിട്ട്, പക്ഷെ കണ്ടതിൽ തന്നെ എല്ലാം ഉണ്ടാവും. നമ്മുടെ കേരളത്തിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ശില്പങ്ങൾ, ഏറ്റവും നല്ല പാരമ്പര്യ ശൈലിയിലുള്ള ശില്പങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പറയല്ല. പിന്നെ കുറെ ഇപ്പം മുന്നേ ഒരുപാട് സൗകര്യം ഉണ്ടല്ലോ, നമ്മുടെ നെറ്റ് വഴി തന്നെ ഒരുപാട് നോക്കാനുള്ള കഴിവുണ്ടല്ലോ, ഒരു സാഹചര്യം ഉണ്ടല്ലോ, എല്ലാം നോക്കി മനസ്സിലാക്കിയിട്ടില്ലേ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ സ്റ്റുഡിയോയിലേക്ക് പ്രേമേട്ടനെ അന്വേഷിച്ച് വന്നതിന് ഒരു പ്രധാന കാരണം
ഇന്ന് സോഷ്യൽ മീഡിയ വഴി ആർക്കും ഒരു കലാകാരനാവാം, അവനവനെ ഏത് തരത്തിലേക്കും പ്രൊമോട്ട് ചെയ്യാം എന്ന് പറയുന്നൊരവസ്ഥയാണ്. അങ്ങനെയുള്ള സമയത്ത് പലപ്പോഴും അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി നമ്മുടെ സമൂഹം പ്രേമേട്ടനെ പോലെയുള്ള അതുല്യ കലാകാരന്മാരെ പലപ്പോഴും മനസ്സിലാക്കാറില്ല. അത് വ്യക്തിപരമായിട്ട് ഞാൻ എന്തുകൊണ്ട് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബേസിക്കലി ഒരു കലാകാരനാണ്. ഞാൻ ഏഷ്യയിലെ ഏറ്റവും മികച്ച കോളേജിൽ പഠിച്ചിറങ്ങി അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട പല മേഖലകളിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. ഭാരതത്തിലുടനീളം സഞ്ചരിച്ചിട്ടുണ്ട്. വലിയ വലിയ ക്ഷേത്രങ്ങളും ശില്പങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഖജുരാഹോ പോലെയുള്ള സ്ഥലത്തുള്ളതും അവിടെയുള്ള ശില്പകാരൊക്കെ അവിടെയൊക്കെ കൂടെ താമസിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശില്പം ചെയ്യുമ്പോൾ അതിൻ്റെ ഭാവവും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി ഒരു തപസ് പോലെ അതിനെ സമീപിക്കുന്ന ശില്പിമാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പ്രേമേട്ടനെ പോലെ ഇതൊരു ജോലിയല്ല, ഇത് അദ്ദേഹത്തിന് ഞാൻ പലപ്പോഴും വർക്ക് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ കാണുമ്പോഴൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇദ്ദേഹം അതിനൊരു തപസ്സോ ഒരു ഉപാസന പോലെ ഇതിനെ സ്വീകരിക്കുന്നു. എത്രമാത്രം അതിലേക്ക് ഭംഗിയും സൗന്ദര്യവും അർപ്പണ മനോഭാവം കൊടുത്തതിനെ മികച്ചതാക്കാൻ പറ്റുമോ അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രേംജി ലക്ഷ്മൺ എന്ന് പറയുന്ന അതുല്യ കലാകാരൻ. ഞാൻ പ്രേമേട്ടനെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യാത്മകതയുടെ ശില്പി എന്നാണ്. പ്രേമേട്ടൻ്റെ ഒരു ശില്പത്തിൽ പോലും സൗന്ദര്യം കാണാതിരിക്കാൻ കഴിയില്ല. അത് മന്ദഹാസമാവട്ടെ, ഇനിയല്ല അതിലപ്പുറം ഒരു വികാരം ഉണ്ടെങ്കിൽ, നവരസത്തിലപ്പുറം എന്തെങ്കിലും ഒരു വികാരം ഉണ്ടെങ്കിൽ അതൊക്കെയും ഒരുപക്ഷെ പ്രേമേട്ടൻ്റെ ശില്പങ്ങളിൽ കാണാം എന്ന് തോന്നുന്നു. അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റുഡിയോ മുഴുവൻ പലതരത്തിലുള്ള ആർട്ട് വർക്കാണ്. അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ ശരിക്കും ഇത്തരത്തിലുള്ള ജെന്യുവൻ ആയിട്ടുള്ള ശില്പിമാരെ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അവരർഹിക്കുന്ന പ്രാധാന്യത്തോടെ വർക്കുകൾ കൊടുത്തിട്ടില്ല. പലപ്പോഴും നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്ന ചില ശില്പങ്ങളൊക്കെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അങ്ങനെ ഒരു വർക്കിന് മുമ്പിൽ നമ്മൾ പറയാൻ യോഗ്യതയുള്ള ആളും അല്ല. പക്ഷേ അതിനേക്കാളൊക്കെ മികച്ച രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് പറ്റുന്ന ഒരാളാണ് പ്രേമേട്ടൻ. പക്ഷേ നമ്മൾ വേണ്ട രീതിയിൽ പ്രേമേട്ടൻ്റെ കഴിവിനെയോ പ്രേമേട്ടൻ്റെ വർക്കിനെയോ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു വീഡിയോ, ഈ ഒരു വർക്കിൻ്റെ ക്വാളിറ്റി ഞാൻ പ്രേക്ഷകരിലേക്ക് വിട്ടു തരികയാണ്. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കണ്ണ് തുറന്ന് കാണണം. നമ്മൾ സോഷ്യൽ മീഡിയ പോലെയുള്ള മറ്റും കേൾക്കുന്നതിലപ്പുറം നമ്മളതായ തിരിച്ചറിവോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളെല്ലാം സൗന്ദര്യാത്മകമായി മാറും. നമ്മൾ സഞ്ചരിക്കുന്ന ഓരോ സ്ഥലത്തും നമുക്ക് സൗന്ദര്യത്തെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വേണുഗോപാലനായിക്കോട്ടെ, അപ്പുറത്തൊരു അവിടെ കൃഷ്ണൻ്റെ മനോഹരമായൊരു ശില്പമുണ്ട്. എന്ത് പറയുന്നു, പോസ്റ്റ് മോഡേണിസം ബേസ് ആയിട്ട് ചെയ്ത ബുദ്ധൻ്റെ ശില്പങ്ങളുണ്ട്. എല്ലാത്തിലും എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റിയത് പ്രേമേട്ടൻ്റെ ആ ഒരു കയ്യൊപ്പാണ്. അതുതന്നെയാണ് ശരിക്കും ഇവിടത്തേക്ക് ആഗ്രഹിച്ച് അന്വേഷിച്ച് വരാനുള്ളൊരു കാരണം. എളിമയോടുകൂടി നിൽക്കുന്ന ഒരു അതുല്യ കലാകാരൻ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഷോക്കായി നിൽക്കുകയാണ്. ആ വർക്കിൻ്റെ ഒരു മാസ്മരികത, നമ്മളെ ഒരു കാന്തം എങ്ങനെയാണോ വലിച്ചെടുക്കുക അതുപോലെ. ഒരുപാട് ഞാൻ സംസാരിക്കണില്ല, പ്രേമേട്ടനോട് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ പ്രേക്ഷകരിലേക്ക് ഈ ഒരു വിവരം വിടുകയാണ്. നമ്മൾ ഇത്തരത്തിലുള്ള കലാകാരനെ തീർച്ചയായിട്ടും അർഹിക്കുന്ന പ്രാധാന്യത്തോട് തിരിച്ചറിയണം. അവരിലേക്ക് നല്ല ക്വാളിറ്റിയുള്ള വർക്കുകൾ എത്തണം. അപ്പോൾ മാത്രമേ അവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രേമേട്ടനോട് എനിക്ക് ഏറ്റവും അവസാനമായിട്ട് ഈ വീഡിയോയിൽ ചോദിക്കാനുള്ളത്, പ്രേമേട്ടൻ സ്വപ്നം കാണുന്ന വർക്കുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ തരത്തിലുള്ള വർക്കാണ് ഈ എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു വീഡിയോ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവർ കാണും. കാരണം സോഷ്യൽ മീഡിയ അങ്ങനെയാണ്, നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ അങ്ങനെയാണ്. നല്ല കാര്യം കണ്ടു കഴിഞ്ഞാൽ അവരത് തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ പ്രേമേട്ടൻ എന്ന് പറയുന്ന ആ കലാകാരൻ മനസ്സിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്താണ് മനസ്സിലുള്ളതെന്ന് പങ്കുവെച്ചാൽ? എനിക്ക് ഏറ്റവും വലുപ്പത്തിൽ നല്ല എല്ലാവരും നമ്മുടെ ഒരു ഭാരതത്തിന്റെ ഒരു പാരമ്പര്യം വിളിച്ചോതുന്ന ഒരു നല്ലൊരു ശില്പം, അത് ഏത് രീതിയിലാണ് നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു വലിയൊരു ശില്പം ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. അത് എവിടെയാണെങ്കിലും ലോകത്തിന്റെ എവിടെയാണെങ്കിലും അത് നല്ല വലുപ്പത്തിൽ തന്നെ ഒരു ശില്പം ചെയ്യണം. അത് കിട്ടുന്നില്ലൊരു അതെനിക്ക് എൻ്റെ കയ്യിൽ വന്ന് ചേരുന്നില്ലൊരു ആത്മവിശ്വാസം ഉണ്ട്. അതെനിക്ക് അങ്ങനെയാണല്ലോ നമ്മളൊരു ശില്പി ആക്കുന്ന അതിനാണല്ലോ, അങ്ങനെ എന്തോ ഒന്ന് ചെയ്യാൻ എനിക്കുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഞാൻ
അതെ നിൽക്കുന്നത്.